എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. MQSന്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ അടുത്ത പാർട്ടിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പയറി എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണെന്നാണ് നമ്മൾ സംസാരിച്ചത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചത് സ്ട്രൈക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം. അതായത് പലർക്കും ബിഗിനേഴ്സായ ആളുകൾക്ക് അറിയില്ല. അവർ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ചിട്ടാണ് നിങ്ങൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും കടന്നു വരാം, അല്ലെങ്കിൽ ഉള്ള പൈസ വെച്ചിട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അത് കുറച്ച് ദിവസങ്ങളിലൊക്കെ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആവും. പക്ഷേ കൂടുതൽ ട്രേഡിംഗ് ഡേയ്സിലേക്ക് പോകുന്തോറും നിങ്ങൾക്ക് ഫണ്ട് വാഷ് ഔട്ട് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ റേറ്റ് കുറച്ച് ചെയ്യുന്നതല്ല. ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ സാധാരണ ഒരു വലിയ തുണിക്കച്ചവടം നടത്തുന്നു, അല്ലെങ്കിൽ വലിയൊരു ഹോട്ടൽ ബിസിനസ് നടത്തുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണിക്, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പലരും ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങൾ ആളുകൾ കൊടുക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ ഫർണിഷിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് വേണ്ടി ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പകുതിയുടെ പകുതി പോലും ഒരു ട്രേഡിങ്ങിലേക്ക് വരുന്ന വ്യക്തി അതിനൊരു ബിസിനസ്സായിട്ട് കാണാതെ ഒരു ടൈം പാസ് എന്നുള്ള പോലെ കാണുന്നത് കൊണ്ടാണ് മെജോറിറ്റി ആളുകൾക്കും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാതെ, അതായത് ട്രേഡിങ്ങിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാതെ എടുത്തു ചാടി വരുന്നത് കൊണ്ടാണ് മെജോറിറ്റി ആളുകൾക്കും ലോസ് വരുന്നതെന്നാണ് ഞാൻ, ഇപ്പോൾ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഒരു 3, 3.5 വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരുപാട് ആളുകൾ ആയിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ദയവ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ്സും ഡിസിപ്ലിനും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ചിലർക്കൊരു മൊബൈൽ വെച്ചുകൊണ്ട് മാത്രമായിരിക്കും വരുന്നത്. വർക്കൗട്ട് ആവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വർക്കൗട്ട് ആവുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ ചെയ്യാനായിട്ടുള്ള ഫണ്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ 2 രീതികളുണ്ട്. ഒന്ന് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ട് ഉണ്ട്. അതാണ് കോമൺ ആയിട്ട് എല്ലാവരും ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിഫ്റ്റി 50 എന്നാണ് ഇവിടെ മേളിൽ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിഫ്റ്റി 50 എന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ റേറ്റ് വരുന്നത് 24,035 അതിൻ്റെ റേറ്റ് കിടക്കുന്നത്. അതേപോലെ തന്നെ ആളുകൾ ഫ്യൂച്ചർ ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഉണ്ട്, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഉണ്ട്, നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നിഫ്റ്റി ഓപ്ഷൻസിലാണ്. ഓപ്ഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പാർട്ട് 2 ഓൾറെഡി പറഞ്ഞിരിക്കുന്നതാണ്. നിഫ്റ്റി ഫ്യൂച്ചർ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മെയ് മാസം, ജൂൺ മാസം, ജൂലൈ മാസം അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ റണ്ണിങ് മെയ് മാസമാണ്. മെയ് മാസത്തെ ഫ്യൂച്ചർ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 24,092 നിൽക്കുന്നത്. ഇൻഡെക്സ് സെലക്ട് ചെയ്തപ്പോൾ 24,035 ആയിരുന്നു. 60 പോയിന്റ് കൂടുതലാണ് ഫ്യൂച്ചറിൽ നിൽക്കുന്നത്. നമുക്കൊരിക്കലും ഇൻഡെക്സ് നേരിട്ട് ബൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് നമ്മൾ ചാർട്ട് റീഡിങ്ങിന് മാത്രമാണ് പൊതുവെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ട്രേഡ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലും അതേപോലെ ഓപ്ഷൻ കോൺട്രാക്റ്റിലുമാണ് ചെയ്യുന്നത്. അപ്പം നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല എമൗണ്ട് വേണ്ടി വരും. നമ്മൾ ഓപ്ഷൻ ചെയ്യുന്ന പോലെയല്ല, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ വേണ്ടി വരുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ബൈയും ചെയ്യാം, സെല്ലും ചെയ്യാം. അത് പിന്നീട് പറയാം. ഓപ്ഷനിൽ ബൈ ചെയ്യാം. സി ബൈ, സി സെൽ എന്നൊക്കെയാണ് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് പുറകത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ആദ്യം സെലക്ട് ചെയ്യുന്നതിനെ പറ്റി പഠിക്കാം. അതിൻ്റെ പുറകെ സ്റ്റെപ്പായിട്ട് പഠിച്ചു പോകാം. ഓക്കെ. അപ്പം നമുക്ക് നിഫ്റ്റി ഇൻഡെക്സ് ആണ് നമ്മൾ സാധാരണ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ ബെറ്റർ ഇൻഡെക്സ് ചാർട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ 24,035 നിൽക്കുന്ന ഇൻഡെക്സ്. അപ്പോൾ രാവിലെ മാർക്കറ്റ് ഓപ്പണായി. മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ മാർക്കറ്റ് നിൽക്കുന്നത് 24,035 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ സ്ട്രൈക്കുകൾ നമ്മൾ ആ ടൈമിൽ ഏത് ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ് നമ്മൾ മേടിക്കണമെന്നാണ് നോക്കുന്നത്. ഓപ്ഷൻ കോൺട്രാക്റ്റ് ഒരുപാടുണ്ട്. അതായത് 24,000 ഉണ്ട്,
24 23,950 ഉണ്ട്. 23,900 ഉണ്ട്. ഇവിടെ 2 സൈഡായിരിക്കും ഓപ്ഷൻ ചെയിനിനകത്തുള്ളത്. അത് എല്ലാ ചാർട്ടിലും ഇതേപോലെയൊക്കെ തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. അപ്പൊ അതില് കോൾ സൈഡ് അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. അങ്ങനെ 2 ഓപ്ഷനാണ് ഓപ്ഷൻ ബൈയറെ സംബന്ധിച്ച് ചെയ്യാനായിട്ടുള്ളത്. അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. സാധാരണ ഒരു ട്രേഡിങ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ബൈ മാത്രമേ ഉള്ളൂ. അതായത് നല്ല കുറഞ്ഞ വിലയ്ക്ക് മേടിക്കുക. അതായത് ഇപ്പൊ 24,035 മേടിക്കുക. 24,294 കൊണ്ടുപോയി വിൽക്കുക. അതാണ് ഒരു ട്രേഡിങ് സ്വാഭാവികമായിട്ടും വരുന്നത്. സ്വിംഗ് ട്രേഡ്, ഇക്വിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. പിന്നെ ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 2 കാര്യങ്ങളുണ്ട്. അതായത് 24,000 മേടിക്കാം. എന്നിട്ട് 24,294 ആവുമ്പോഴത്തേക്കും വിൽക്കാം. നമുക്ക് ലാഭം കിട്ടും. അത് ഫ്യൂച്ചർ ബൈ എന്നാണ് പറയുന്നത്. ഇവിടെ മേടിച്ചിട്ട് ഇവിടെ കൊണ്ട് വിൽക്കുക. അത് ഫ്യൂച്ചർ ബൈ എന്ന് പറയും. പിന്നെ ഫ്യൂച്ചർ സെല്ല് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ സെല്ല് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മള് കുറഞ്ഞ വിലക്ക് മേടിച്ചു, കൂടുതൽ വിലക്ക് വിറ്റു എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് വിക്കും. കൂടിയ വിലക്ക്. ഇപ്പൊ 24,035 വിക്കും. അതായത് ഒരു പിരീഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കുക, വിൽക്കുക. ഈ 2 കാര്യങ്ങൾ നടന്നാ മതി. അപ്പോ ബൈ ചെയ്യാന്ന് പറയുമ്പോൾ മേടിക്കുക, കൂടിയ വിലക്ക് വിൽക്കുക. അതിന് പകരം അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യും. അതായത് കൂടിയ വിലക്ക് ആദ്യമേ അങ്ങ് നമ്മള് എന്ത് ചെയ്യും? വിക്കും. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താണ്? കുറഞ്ഞ വിലക്ക് മേടിക്കുക, കൂടിയ വിലക്ക് വിൽക്കുക. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? കൂടിയ വിലക്ക് ആദ്യമേ അങ്ങ് വിക്കും. എന്നിട്ട് അത് താഴത്തോട്ട് പോയി കുറഞ്ഞ വിലയില് നമ്മളത് മേടിക്കും. അതാണ് സെല്ലെന്ന് ഉദ്ദേശിക്കുന്നതിന്റെ ഒരു രത്നച്ചുരുക്കം. ഓപ്പോസിറ്റ്. അതായത് കുറഞ്ഞ വിലക്ക് മേടിക്കുക, കൂടുതൽ വിലക്ക് വിൽക്കുക. അതാണ് ഫ്യൂച്ചർ ബൈ ചെയ്യാന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് മേടിക്കുക, അത് താഴത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും വിൽക്കുക. അപ്പൊ താഴത്തോട്ട് പോകുന്തോറും ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കണേ. ബൈ ചെയ്യുമ്പോ മേളിലോട്ട് പോകുമ്പോ പ്രോഫിറ്റ് കിട്ടും. സെല്ല് ചെയ്യുമ്പോ താഴത്തോട്ട് പോകുമ്പോ പ്രോഫിറ്റ് കിട്ടും. ഇതാണ് എന്താ പറയണ്ടേ? ഫ്യൂച്ചർ ബൈ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തത് ഓപ്ഷൻ. ആ ഓപ്ഷൻ ബൈ, ഓപ്ഷൻ സെൽ എന്നും പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ വീഡിയോ അത് പറയുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്നാ ഇത് മനസ്സിലാക്കിയിട്ടേ അത് മനസ്സിലാക്കിയിട്ട് കാര്യമുള്ളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ മായ്ച്ച് കളഞ്ഞേക്ക്. നമുക്ക് നേരെ ഈ വീഡിയോയിൽ ഇതാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നുമില്ല. മനസ്സിൽ തോന്നുന്നതങ്ങ് പറഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചേക്കണ പോലെ തീരുമാനങ്ങൾക്ക് ഭേദഗതി വരുത്താൻ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയണ പോലെ. അപ്പോ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. എന്നിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് 3 സെക്ഷനാണ് നമുക്ക് ഈ ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നിഫ്റ്റി കൂടുതൽ ചെയ്യുന്ന ആളുകളൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഫ്യൂച്ചർ ബൈ ആൻഡ് സെൽ ഉണ്ട്. ഓപ്ഷൻ സെല്ലിംഗ് ഉണ്ട്. ഓപ്ഷൻ ബൈയിങ് ഉണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. റിപ്പീറ്റേഷൻസ് നല്ല രീതിയിൽ വരും. അപ്പൊ അത് നിങ്ങൾക്കൊരു ബോറടി ആയിട്ട് തോന്നരുത്. കാരണം ബിഗിനേഴ്സിനോട് നമ്മൾ ചിലപ്പോൾ ഒരുപാട് തവണ പറഞ്ഞു കൊടുത്താലാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഫ്യൂച്ചർ ബൈ ആൻഡ് സെൽ നേരത്തെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞ പോലെ തന്നെ ₹100 മേടിക്കുക, ₹200 കൊടുക്കുക, നമ്മൾ പ്രോഫിറ്റ് ആവും. ഫ്യൂച്ചർ മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു 80,000 മുകളിലോട്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. എങ്കിലേ നടക്കത്തുള്ളൂ. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എല്ലാം ഒരേ മോഡൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതും. അതേപോലെ സ്റ്റോക്കിന്റെ ഓപ്ഷൻസ് ഒക്കെ ഇതേപോലെ തന്നെയാണ് വർക്ക് ആവുന്നത്. അപ്പോ ₹100 മേടിക്കുന്നു, ₹200 കൊടുക്കുന്നു. അതേ സാധനം ₹100 സെല്ല് ചെയ്യുന്നു, ₹50 മേടിക്കുന്നു. അപ്പോ മേടിക്കുക, വിൽക്കുക, വിൽക്കുക, മേടിക്കുക. അതാണ് ബൈ എന്ന് പറയുന്നതും സെൽ എന്ന് പറയുന്നതും. ഈ 2 മെത്തേഡ് മാത്രമാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ നമ്മള് മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഓപ്ഷൻ ബൈ ആണ്. അതിനിടയില് ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങള് കിടപ്പുണ്ട്. അതായത് ₹236 ഇപ്പൊ 24,000 CE 236 നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
236ന്ന് താഴത്തോട്ട് മൈനസായി, 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 മൈനസായി അത് 0 ആകണം. അതാണ് ഓപ്ഷൻ സെല്ലേഴ്സിന് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയില് അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോയില് മെൽറ്റിങ് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്കറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരുമെന്ന്. അതാർക്കാണ്? ഓപ്ഷൻ ബയ്യേഴ്സ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരും. ആ നഷ്ടമാണ് ഓപ്ഷൻ സെല്ലേഴ്സ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അവരുടെ ഉദ്ദേശം ഒരു 100 പേര് മോളിലോട്ട് പോകുന്നൂന്ന് പറഞ്ഞ് ഓപ്ഷൻ ബയ്യേഴ്സ് ചിന്തിക്കുമ്പോ, അങ്ങനെ പോകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. അതിലാണ് ഒന്ന് നമ്മള് ബൈ ചെയ്യും താഴത്തോട്ടുള്ളത്. അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സ് സെല്ല് ചെയ്യാനുള്ള വകുപ്പുണ്ട്. കാശ് കൂടുതലുള്ളവരൊക്കെ ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് പോവും. അത് കുറച്ചും കൂടെ സേഫാണ്. എന്നാലും രണ്ടിലും പറയുന്നൊരു കാര്യമുണ്ട്. ഓപ്ഷൻ സെല്ലേഴ്സ് എന്താ പറയുന്നേ? ലിമിറ്റഡ് പ്രോഫിറ്റ്. അതായത് 236 എന്നുള്ളത് 0 ആവുന്നത് വരെയാണ് ഓപ്ഷൻ സെല്ലേഴ്സിന് പ്രോഫിറ്റ് ഉള്ളൂ. അൺലിമിറ്റഡ് ലോസാ. അതായത് 236 എന്നുള്ളത് മൈനസ് ആവാതെ 237, 238, 500, 800, 1000 ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും പോയിന്റ് അവർക്ക് നഷ്ടമാണ്. അതായത് ഇപ്പോ 236 എത്തി. അതൊരു 100 പോയിന്റ് താഴെ വന്നപ്പോ 136 ആയി. പക്ഷെ ഓപ്ഷൻ സെല്ലേഴ്സിന് എത്ര രൂപ കിട്ടും? ഇപ്പോഴത്തെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് 136 ഇൻടു 75. 136 ഇൻടു 75. 10,200 പ്രോഫിറ്റ് കിട്ടും. നേരെ മറിച്ച് 100 പോയിന്റ് മുകളിലേക്കാണ് പോണതെങ്കിലോ? ആ ഓപ്ഷൻ സെല്ലേഴ്സിന് 10,200 നഷ്ടാണ്. നേരെ മറിച്ച് 236 എന്നുള്ളത് 0 ആയാൽ എത്രയായിരിക്കും? 236 ഇൻടു 75. 17,700 രൂപ പ്രോഫിറ്റ്. സീറോയ്ക്ക് താഴത്തോട്ട് മൈനസ് ഒന്നുമില്ല. 0 ആകുമ്പോഴത്തേക്കും ആ സ്ട്രൈക്ക് മെൽറ്റിംഗ് ആയി ആ മൈനസിലേക്ക് പോയി 236 പോയിന്റും ആ സെല്ല് ചെയ്ത വ്യക്തിക്ക് പ്രോഫിറ്റാ. നേരെ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. 236 എന്നുള്ളത് 1000 പോയിന്ന് വിചാരിച്ചോ. അപ്പോ 1000 മൈനസ് 236 764 ഇൻടു 75. 57,300 രൂപ ലോസ് വരും. അതാണ് ഓപ്ഷൻ സെല്ലേഴ്സിന്റെ കാര്യത്തിൽ മെയിനായിട്ട് ആളുകൾ പറയുന്നത് ലിമിറ്റഡ് പ്രോഫിറ്റ്, അൺലിമിറ്റഡ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഫാർ ഔട്ട് ഓഫ് ദ മണിയൊക്കെ എടുത്തു വെക്കാം. അതായത് ഇപ്പൊ 236 എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരാഴ്ച മാർക്കറ്റ് 2000 പോയിന്റ് ഒന്നും എന്തായാലും മൂവ് ചെയ്യാനായിട്ട് പോകുന്നില്ല. 2000 പോയിന്റ് ഒന്നും മൂവ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പൊ ആ ഭാഗത്ത് എടുത്തിട്ട് സെല്ല് ചെയ്ത് വെക്കാം. അതെങ്ങനെ കാണുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കിതല്ല പ്രാധാന്യം. ഓപ്ഷൻ ബൈ ആണ്. എങ്കിലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. വീഡിയോ ചിലപ്പോ ഈ പറഞ്ഞ പോലെ നല്ല ലെങ്ത് ആയിട്ട് പോകും. എനിക്ക് തോന്നുന്നത് 2 വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് തന്നെ. പാർട്ട് 1, പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഓപ്ഷൻ സെല്ലേഴ്സിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് സേഫ് സോൺ കളിക്കുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പോ ഈ ഒരു ഭാഗം കണ്ടോ 24,498 എന്ന് പറയുമ്പോ 24,500 ഭാഗത്ത് വലിയ 2 വരകൾ കണ്ടോ? പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ സെല്ലേഴ്സ് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം ഇതാണ്. അപ്പൊ ആ ഭാഗത്തേക്കൊന്നും മാർക്കറ്റ് വരില്ല എന്നുള്ള കണ്ടീഷനിലാണ് ആ ഒരു ലെവലില് സെല്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും താഴെ പിന്നെ ഉള്ളത് എവിടെയാ? 23,496 23,500ന്റെ സ്ട്രൈക്കാണ് സെല്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ആ ഭാഗത്തേക്ക് വരില്ലാന്നറിയാം. കാരണം വരില്ലാന്ന് പറയുമ്പോ അതിനർത്ഥം എന്താ? ഈ പറഞ്ഞ പോലെ 236 നിക്കുന്നത് ഇപ്പോ 24,000-ത്തിലാണ് നിക്കുന്നെ. 23,500 500 പോയിന്റ് ഡിഫറൻസിലാണ് സെല്ല് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ അതിനും താഴത്തേക്കൊക്കെ പോയാൽ പിന്നെയും കാണാട്ടോ. നോക്കിക്കേ 23,000 സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം 1000 പോയിന്റ് ഒന്നും എത്തില്ലാന്നറിയാം. 1000 പോയിന്റിന്റെ ലോസ് വരില്ലാന്നറിയാം. അതുകൊണ്ടാണ് അത്രയും ദൂരത്തൊക്കെ കൊണ്ടുപോയി ആളുകള് സെല്ല് ചെയ്ത് വെച്ചിരിക്കണം. ഓപ്ഷൻ സെല്ലേഴ്സിന്റെ സ്ട്രൈക്ക് എപ്പളും ലെങ്ത് കൂടുതലായിരിക്കും. നല്ല നോളഡ്ജ് ഉള്ള ആളുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ അടുത്തുള്ളതൊക്കെ ചെയ്യുന്നത്. അതായത് ഉദാഹരണം അത് സ്ട്രൈക്കിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഈ 102 എന്നുള്ളത് അപ്പൊ 23,500ന്റെ PE 102 രൂപയാണ് 102 രൂപ സെല്ല് ചെയ്തു. ഒരാഴ്ച ഹോൾഡ് ചെയ്താ 102 പോയി കഴിഞ്ഞാൽ 7,500 രൂപ പ്രോഫിറ്റ് കിട്ടും.
അതേപോലെ നല്ല ധൈര്യമുള്ള വ്യക്തി എന്ത് ചെയ്യും? 24,000ന്റെ 215 സെല്ല് ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് 215 ഇൻടു 75 ആ പുള്ളിക്ക് പ്രോഫിറ്റ് കിട്ടും. ഇത്തിരി നിങ്ങൾക്ക് പറയുമ്പോ ബിഗിനേഴ്സിന് ഇത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കുറെ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ പഠിച്ചേ പറ്റത്തുള്ളൂ. അതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഓപ്ഷൻ സെല്ലേഴ്സ് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അതുമായിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ ഞാൻ വീക്കിലി ചിലപ്പോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ആയിരിക്കാം പബ്ലിക് ടെലഗ്രാം ചാനലിൽ ഇതേപോലെ ഡിസ്കഷനും ഈ പറഞ്ഞ പോലെ ക്ലാസ് ഇപ്പോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ലൈവിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് സംശയങ്ങളൊക്കെ തീർക്കാം. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫ്രീ ആയിട്ട് എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ഒക്കെ റീകണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതില് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ രാത്രിയായിരിക്കും. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് സംശയങ്ങളൊക്കെ തീർക്കാം. അപ്പൊ പറഞ്ഞു വരുന്നത് സിഇ മാർക്കറ്റ് സെല്ല് ചെയ്തു 236 പോയിന്റ് താഴത്തോട്ട് പോയി. പിയിലും എന്ത് ചെയ്തു? 236 സെല്ല് ചെയ്തു. മാർക്കറ്റ് താഴത്തോട്ട് പോയി. അങ്ങനെയാണ് ഓപ്ഷൻ ആളുകള് സെല്ല് ചെയ്യുന്നത്. മനസ്സിലായോ? അത് ഓപ്പോസിറ്റ് ചെയ്ത് വെക്കും. ഇപ്പൊ ഞാൻ മാർക്കറ്റ് മോളിലോട്ടാണ് പോണതെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് എടുത്തിട്ട് സെല്ല് ചെയ്യാം. ഞാൻ മാർക്കറ്റ് താഴത്തോട്ടാണ് പോണതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സിയിലേക്ക് വരില്ല എന്നുള്ള കൺഫേമില് നമുക്ക് സി എടുത്തിട്ട് സെല്ല് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഓപ്ഷൻ ഫ്യൂച്ചർ ബൈ ആൻഡ് സെല്ല്, ഓപ്ഷൻ സെല്ല് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പോകാനുള്ളത് ഓപ്ഷൻ ബൈയിങ് ആണ്. നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്കാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ 24,000 സിഇ. അപ്പൊ എന്താണ്? മുമ്പ് പറഞ്ഞത് എന്താണ്? ഓപ്ഷൻ സെല്ലിങ്ങില് ലിമിറ്റഡ് പ്രോഫിറ്റ്, അൺലിമിറ്റഡ് ലോസ് എന്നാണ് പറഞ്ഞിരിക്കണത്. അപ്പൊ ഓപ്ഷൻ ബൈയിങ്ങിൽ എന്താണ്? ഓപ്ഷൻ ബൈയിൽ എന്താണ്? ലിമിറ്റഡ് ലോസ്, അൺലിമിറ്റഡ് പ്രോഫിറ്റാ. ആ ഒരൊറ്റ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഓപ്ഷൻ കുറഞ്ഞ പൈസക്ക് കോടീശ്വരനാവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാരും ഓടിച്ചാടി കേറി വരുന്നത്. അപ്പോ ഇപ്പൊ ഇക്വിറ്റി സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ധാരണയുണ്ട്. അവിടുത്തെ നോളജാണ് ഇണ്ടെങ്കിൽ അതായത് സ്വിംഗ് ട്രേഡ് സ്റ്റോക്കിലൊക്കെ ലോങ് ടൈം ഒക്കെ ഹോൾഡ് ചെയ്തിട്ട് അപ്പൊ അവര് വിചാരിക്കും ഇതില് നല്ല രീതിയിൽ വരുമാനം ഉണ്ടല്ലോ. പക്ഷെ ഇത്രയും പൈസ വേണ്ടല്ലോ ഓപ്ഷൻ ചെയ്യാൻ. അതായത് ഒരു 5,00,000 രൂപ 10,00,000 രൂപയൊക്കെ ഇട്ടിട്ട് സ്വിംഗ് ട്രേഡ്, സ്റ്റോക്ക്, ഇക്വിറ്റി ഒക്കെ ചെയ്യുന്ന ആളുകൾ വിചാരിക്കും ഇതിന്റെ പകുതിയുടെ പകുതി പൈസ വേണ്ടല്ലോ ഓപ്ഷൻ ട്രേഡിങ്ങില്. അൺലിമിറ്റഡ് പ്രോഫിറ്റ് അല്ലേ, ലിമിറ്റഡ് ലോസ് അല്ലേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാന്ന് പറഞ്ഞിട്ട് ആ നോളജും വെച്ചോണ്ട് ഓപ്ഷനിലേക്ക് വരും. ആദ്യത്തെ ഒരാഴ്ച ഈ പുതുമോടി എന്നൊക്കെ പറയില്ലേ, ആദ്യം എന്തിനും നല്ല ഇതാണല്ലോ. നമ്മളൊരു ആദ്യമൊക്കെ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി ഓപ്ഷൻ ബൈയിങ്ങിലേക്കൊക്കെ വരും. ആദ്യത്തെ ഒരു പുതുമോടി മാത്രം ഉണ്ടാവുള്ളൂ. ഒന്നും അറിയാതെ ചെയ്യും. ആദ്യം കുറെ പ്രോഫിറ്റ് ഒക്കെ കിട്ടും. അപ്പൊ നമുക്ക് ഓവർ ഗ്രീഡി ആവും. നമ്മള് കടം മേടിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവര് സ്വർണ്ണം പണയം വെക്കാൻ നോക്കും. പേഴ്സണൽ ലോൺ എടുക്കും. ഇതൊക്കെ വെച്ചോണ്ട് അങ്ങ് എടുത്തിട്ട് അങ്ങ് അലക്കും. അവസാനം ടെൻഷനായി. നമ്മള് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വിംഗ് ട്രേഡോ ഇക്വിറ്റിക്കോ ഒന്നും കുഴപ്പമില്ല. അതൊക്കെ മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ തിരിച്ചു നാളെ മുകളിലോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ വെച്ചോണ്ടായിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ ബൈ ഒന്നും പഠിക്കാതെ കേറി ചെയ്യുന്നേ. അത് മൈനസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മെൽറ്റിംഗ് ആയി പോവും. അതിന്റെ കാര്യങ്ങൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. അത് പോയി കാണുക. അപ്പൊ മെൽറ്റിംഗ് ആയി പോകുമ്പോ എന്ത് ചെയ്യും? നമ്മള് നെർവസ് ആവും. നമുക്ക് നമ്മുടെ ബിപി കൂടും. നമുക്ക് തലകറക്കം വരും. നമുക്ക് വിറവല് വരും. അപ്പൊ റിവെഞ്ച് ട്രേഡിലേക്ക് പോവും. അങ്ങനെ പോയി അവസാനം ഫണ്ട് വാഷ് ഔട്ടായി വലിയൊരു ബാധ്യതയായി പോകും. അപ്പൊ അതില്ലാതിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്റെ എക്സ്പീരിയൻസ് മാത്രം ഷെയർ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിന് രൂപം കൊടുത്തുകൊണ്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ഓപ്ഷൻ ബയ്യേഴ്സിന് എന്താണ്? സിഇ അതായത് കോൾ ഓപ്ഷനും ബൈ ചെയ്യാം, പുട്ട് ഓപ്ഷനും ബൈ ചെയ്യാം. ആ 2 ഓപ്ഷൻസ് മാത്രമേ അവർക്കുള്ളൂ. അപ്പൊ അതില് ഇപ്പൊ 236 ഒരാഴ്ച കൊണ്ട് മൈനസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ പോകാൻ പോകുന്ന ലോസ് എത്രയാ? ഒന്നും കൂടി എടുത്തു പറയാം. സെല്ലേഴ്സിന് 236 രൂപ മൈനസ് ആയാലാണ് പ്രോഫിറ്റ് ഉള്ളൂ. 0 ആവണം പ്രോഫിറ്റ് ആവണമെങ്കിൽ. മനസ്സിലായോ? അപ്പൊ 236 ഇൻടു 75 17,700 രൂപ. 236 രൂപ 0 ആയിക്കഴിഞ്ഞാൽ ഓപ്ഷൻ സെല്ലേഴ്സിന് അത് മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ. ലിമിറ്റഡ് പ്രോഫിറ്റ് ആണ് 17,700. അപ്പൊ ഓപ്ഷൻ ബയ്യേഴ്സിന്
236 മെൽറ്റായി 0 ആയി കഴിഞ്ഞാൽ ഓപ്ഷൻ സെല്ലേഴ്സിനെ അപേക്ഷിച്ച് ഓപ്ഷൻ ബയേഴ്സിന് അത് പ്രോഫിറ്റ് അല്ല. മറിച്ച് 17,700 ലോസാണ്. ലിമിറ്റഡ് പ്രോഫിറ്റ്, ഇപ്പുറത്ത് ലിമിറ്റഡ് ലോസ്. ഇപ്പുറത്ത് 1000 പോയിന്റ് മൂവ് ചെയ്താൽ എത്രയാ പറഞ്ഞത്? 57,000 സംതിങ് പറഞ്ഞില്ലേ? അൺലിമിറ്റഡ് ലോസ് ആണ് സെല്ലേഴ്സിന്. പക്ഷേ ഓപ്ഷൻ ബയേഴ്സിന് എന്താ? നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മുകളിലോട്ട് പോകുന്നതനുസരിച്ചിട്ട് 1000 പോയിന്റ് പോയാൽ അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000 പോയിന്റ് മൂവ് ചെയ്താൽ -236 764 ഇൻറ്റു 75 57,300 പ്രോഫിറ്റാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബൈയിങ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള പ്രോഫിറ്റ് വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് ഡിസിപ്ലിൻ ആയി കഴിഞ്ഞാലേ അത് പോസിബിൾ ആവത്തുള്ളൂ. അതിന് മിനിമം 1 വർഷം വരെയൊക്കെ എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോ ഒരു ഓപ്ഷൻ ഫ്യൂച്ചർ ബൈ ആൻഡ് സെൽ എങ്ങനെയാണ്? ഓപ്ഷൻ സെല്ലിങ് എങ്ങനെയാണ്? ഓപ്ഷൻ ബൈയിങ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഓപ്ഷൻ ബൈ മെത്തേഡുകളാണ് നമ്മള് ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ എൻ്റെ ഒരു നോളജ് വെച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റെങ്കിലും ആയി കാണും. അടുത്ത വീഡിയോയില് ഓപ്ഷൻ ബയേഴ്സ് എങ്ങനെയാണ് സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത്? ഏതൊക്കെ സ്ട്രൈക്ക് എപ്പളൊക്കെ സെലക്ട് ചെയ്യണം? ഈ കൂടിയ സ്ട്രൈക്ക്, വില കൂടിയ സ്ട്രൈക്ക്, വില കുറഞ്ഞ സ്ട്രൈക്കൊക്കെ സെലക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കണതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ടാണ് ആ സെക്ഷൻ അടുത്ത വീഡിയോയിൽ വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിവതും എല്ലാ ശനിയാഴ്ച, ഞായറാഴ്ചയൊക്കെ ക്ലാസ് വെക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടുള്ള സമയത്ത് ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങള് മാക്സിമം നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഈ വലിയ 40,000, 50,000, 60,000 രൂപയുടെ കോഴ്സിലൊക്കെ പഠിപ്പിക്കുന്നത് പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. നോർമൽ ആയിട്ട് ഒരു സാധാരണ ഒരു ബിഗിനർ അല്ലെങ്കിൽ ഒരു ലോ ലെവലിൽ നിൽക്കുന്ന ഒരു ഓപ്ഷൻ ട്രേഡേഴ്സിന് എന്താ പറയണ്ടേ, ലോസ് ഒന്നും വരാതിരിക്കാനായിട്ടും ഒരു മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ഞാൻ മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. ബിക്കോസ് ഞാൻ വലിയ കോഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ എക്സ്പീരിയൻസിലൂടെ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയൊരാളാണെന്നോ എനിക്ക് ഒരുപാട് അങ്ങനെ നോളജ് ഉണ്ടെന്നുള്ള ഒരു തലക്കനും എനിക്കില്ല. അപ്പൊ ആർക്കും എന്തും ചോദിക്കാം. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ പബ്ലിക് ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനാണ് ലൈവ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ ബൈ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ കാണും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ആ ലൈവിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് ചാർട്ടിൽ ക്ലാരിഫൈ ചെയ്ത് ഡൗട്ട് തിരുത്തി തരാനായിട്ട് ഞാൻ തയ്യാറാണ്. അപ്പൊ എനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് അതൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ. ഞാൻ ഈ ഒരു ചാർട്ട് പഠിച്ചതും ഈ കാര്യങ്ങളും ഇപ്പൊ പതിവ് ഇന്റർവ്യൂലൊക്കെ പലരും പറയുന്നുണ്ട്. നിങ്ങൾക്കിത് അറിയാമെങ്കിൽ നിങ്ങൾക്കിത് തന്നെ അങ്ങ് ചെയ്താൽ പോരെ. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ പഠിപ്പിക്കണതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ കാശ് കളയാനായിട്ട് ഒരുപാട് ബിഗിനേഴ്സ് ഒന്നും അറിയാതെ വരുന്നവർക്ക് കാശ് കളയാതിരിക്കാനായിട്ടുള്ള ഒരു തടയണയായിട്ടേ ഞാൻ ഈ വീഡിയോനെ കാണുന്നുള്ളൂ. ഞാനിത് ഒറ്റക്ക് ചെയ്താൽ ഇത് എനിക്ക് മാത്രം അറിയുള്ളൂ. ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കൊണ്ട് കേരളത്തിലെ എല്ലാ മലയാളി ട്രേഡേഴ്സും ഇത് പഠിക്കണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. 10 പേരെങ്കിൽ 10 പേരുടെ അക്കൗണ്ട് അല്ലെങ്കിൽ അവരുടെ ഫണ്ട് സെക്യൂർ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എല്ലാവർക്കും ആശംസകളും നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും കൂടി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ നിങ്ങള് ദയവ് ഇതൊന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തിയിടുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നുള്ള പ്രാർത്ഥനയുണ്ട്. റിക്വസ്റ്റ് ഉണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിലേക്കും ജോയിൻ ചെയ്യുക. എനിവേ, ഓൾ ദി ബെസ്റ്റ്.